ഇൻസ്റ്റാഗ്രാമിൽ ഗ്രോത്ത് വേണം എന്ന് മൈൻഡ് സെറ്റുള്ള എല്ലാ യൂസേഴ്സിനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു AI എക്സ്റ്റൻഷനാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണലി അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്ററിന് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ഫുഡ് ബ്ലോഗറാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റുള്ള ഫുഡ് ബ്ലോഗർ സെലിബ്രിറ്റീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും, കോമ്പറ്റ് ചെയ്യാൻ നോക്കും. അവരെങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടൻസ് ആണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു സെലിബ്രിറ്റീനെ എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഫുഡ് ഹണ്ടർ സാബു നമുക്ക് എടുക്കാം. ജസ്റ്റ് ചിലപ്പോൾ 2000+ എന്തുണ്ടാവും, വീഡിയോസ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓരോ വീഡിയോസ് നമുക്ക് മാനുവലി ചെക്ക് ചെയ്ത് അതിൻ്റെ വ്യൂസും ലൈക്സും നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണവർക്ക് നമുക്ക് സുഖമായിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വ്യൂസും ലൈക്സും എത്ര കിട്ടിയിട്ടുണ്ട് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് ഷോർട്ട് ഫീഡ് എക്സ്റ്റൻഷൻ എന്ന് അടിക്കുക. ഓക്കെ, ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ആ ഫസ്റ്റ് റിസൾട്ട് എടുക്കുക. ദെൻ ഒന്നുമില്ല, ആഡ് ടു ക്രോം അടിക്കുക. ആഡ് എക്സ്റ്റൻഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ദെൻ നമ്മുടെ എക്സ്റ്റൻഷൻ ലിസ്റ്റിൽ എന്താവും, ഇത് ആഡ് ഓൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ആഡായി. ദെൻ നമ്മൾ ഡയറക്റ്റ്ലി എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നു. കാരണം നമ്മളൊരു ഫുഡ് ബ്ലോഗർ ആണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡ് ബ്ലോഗേഴ്സിനെ കോമ്പറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവർ എങ്ങനത്തെ ടൈപ്സ് ഓഫ് കോണ്ടൻ്റ് ആണ് പോകുന്നതെന്ന് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഫുഡ് ഹണ്ടർ സാബുയുടെ അക്കൗണ്ട് എടുത്തു. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ 1007 പോസ്റ്റുകളുണ്ട്. ഓക്കെ, 1007 പോസ്റ്റുകൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ എല്ലാ വ്യൂസും ലൈക്സും നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഓരോ വീഡിയോസ് നമ്മൾ മാനുവലി ചെക്ക് ചെയ്യണം. എവിടെയാണ് നമ്മുടെ ഷോർട്ട് ഫീഡ് കിങ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ റീൽ സെക്ഷനിലോട്ട് പോയി. ഓക്കെ, ഇവിടെ എല്ലാ റീൽസുകളുണ്ട്. വേറെ ഒന്നുമില്ല, ഈ എക്സ്റ്റൻഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷോർട്ട് ഫീഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കണ്ടോ ലൈക്സ്, വ്യൂസ്, കമൻറ്റ്, ഓൾഡസ്റ്റ്, ഇതിലെല്ലാം നമുക്ക് ഏതാണോ വേണ്ടത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ വേണ്ടത് ഇവിടെ വ്യൂസാണ്. ഞാൻ വ്യൂസിൽ സെലക്ട് ചെയ്ത് ഇതാ കണ്ടോ 25 റീൽസുകൾ സോർട്ടായി. 1007 പോസ്റ്റുകളിൽ നിന്ന് ഇത്ര ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ കാണാൻ പറ്റും 2.7 മില്യൺ, 1.5 മില്യൺ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടൻസ് ആണ് പോകേണ്ടത്. കണ്ടോ, ഇവിടെ സെലിബ്രിറ്റീസിനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് റീൽസുകൾ പോയിട്ടുണ്ട്. അങ്ങനെ പല ഇതെന്ത് ചെയ്യാം, കോണ്ടൻസ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഫുള്ളായിട്ട് കോപ്പി ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് നമ്മുടെ ഐഡിയാസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിൽഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് 25 റീൽസുകൾ എങ്ങനത്തെ കോണ്ടൻ്റ് ആണ് യൂസേഴ്സിന് ആവശ്യമുള്ളത് എന്ന്, അതിലാണ് എൻഗേജ്മെൻറ്റ് ഉള്ളതെന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. Follow for more tips.